മൊട്ടയച്ചാൻ പോവാനി പറഞ്ഞ് മൊട്ടയച്ചാൻ പോവാനി വായോ 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 എൻജോയ്മെന്റിലാണ് ആള്. എങ്ങോട്ടാ നമ്മൾ പോണേ? ഹായ് പറ, ഹായ് ഹായ് പറ. ഹലോ ഗൈസ്. ഹായ് പറ, ഹായ് ഹായ് റെഡി. ഹായ് അങ്ങനെ ഞങ്ങൾ മുട്ടയടിക്കാനുള്ള സ്ഥലം നോക്കി ഒരു സ്ഥലത്തേക്ക് ചെന്നു. ഇവിടെ ടോക്കൺ എടുത്തു. ടോക്കൺ ഫ്രീ ആയിരുന്നു. പക്ഷെ അകത്ത് ചെന്നിട്ട് അവർ അടിച്ചതിന് ശേഷം എന്തെങ്കിലും ദക്ഷിണ പോലെ കൊടുക്കണം. അവിടെയുള്ളവരൊക്കെ 10-250 അങ്ങനെയൊക്കെ പറഞ്ഞ് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പക്ഷെ ആൾ കരഞ്ഞൊന്നുമില്ല, വളരെ സൈലൻ്റ് ആയിരുന്നു. പിന്നെ അകത്ത് ക്യാമറാസ് ഒന്നും കയറ്റിയില്ല. പിന്നെ ഇപ്പം അവിടെ ഒരുപാട് ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. TVSൻ്റെ സ്പോൺസർ ചെയ്ത് ഇലക്ട്രിക് വെഹിക്കിൾസ് പോലെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് അലയേണ്ടി വന്നിട്ടില്ല. ശരിക്കും നല്ല ചേഞ്ചസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവാൻ തുടങ്ങി. ഇപ്പം എൻ്റെ ഫാദർ മുമ്പൊക്കെ പോയിട്ടുണ്ട്. ലക്ഷ്മി ആണെങ്കിലും മുമ്പ് ഡാൻസിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പഴനിയിൽ വന്നിട്ടുണ്ട്. അപ്പം അന്നുണ്ടായിരുന്ന സെറ്റപ്പ് ഒന്നും അല്ല, ഇപ്പം മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ശരിക്കും തമിഴ്നാട്ടിലൊക്കെ പെട്ടെന്ന് ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ അവർ ഇപ്പം മൊബൈൽ ഫോൺസ് ഒന്നും അകത്ത് കയറ്റുന്നില്ല, അത് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അകത്ത് കയറിയതിന് ശേഷമുള്ളതൊന്നും. പിന്നെ പുറമേ ഉള്ളത് കുറച്ച് വീഡിയോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റോപ്പും ട്രെയിനിലും കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പരിശ്രമിച്ച് നോക്കി. പക്ഷേ ഒരുപാട് ടൈം എടുക്കും. പിന്നെ കുട്ടികളെയും കൊണ്ട് ക്യൂ ഒക്കെ നിൽക്കാൻ പാടായതുകൊണ്ട് ഞങ്ങൾ നടന്ന് തന്നെ കയറി. നടന്ന് കയറുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് കേട്ടോ. ആ ഈവനിങ് ടൈമിലൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് എല്ലാം ഇങ്ങനെ ആസ്വദിച്ച് നടക്കാനൊക്കെ ഒരു രസമാണ്. ഇനി പഴനിയിലെ കുറച്ച് വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അതുവരെ ബൈ.